ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ കിച്ചണിൽ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് രണ്ട് ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള മുളക് ചമ്മന്തികളുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ലെസ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഈ ചമ്മന്തികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. റെസിപ്പി നമ്പർ 1. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: കാശ്മീരി ചില്ലി പൗഡർ 2.5 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് 20 എണ്ണം, വാളൻപുളി ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ, ഇതൊരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക, ശർക്കര ഒരു ചെറിയ പീസ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു മീഡിയം ഹീറ്റിലിട്ട് വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ വീണ്ടും വഴറ്റണം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനെ ലോ ഹീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിലോട്ട് മുളക് പൊടി ചേർക്കാം. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. എരിവ് ഒത്തിരി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്താൽ മതി. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഹീറ്റിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി ഈ പൊടിയെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടി ഇപ്പോൾ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാളൻപുളി പിഴിഞ്ഞെടുത്ത വെള്ളം ചേർക്കാം. ഇതുപോലെ നല്ല തിക്കായിട്ട് ഒരു 1/4 ഗ്ലാസ് വാളൻപുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ഒരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. മീഡിയം ഹീറ്റിൽ ഒരു 4-5 മിനിറ്റ് നമുക്കിതിനെ നന്നായിട്ട് തിളപ്പിക്കണം. ഈ പുളിവെള്ളം നന്നായിട്ട് തിളച്ച് ഇത് കുറുകി വരണം. വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകി നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരണം. ഇപ്പോൾ ഇത് കുറച്ചും കൂടെ തിക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ തിക്കാവേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ കുറച്ചൊരു ലൂസായിരിക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ അടുപ്പിൽ നിന്ന് വാങ്ങാം. ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ ചമ്മന്തി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കപ്പ പുഴുങ്ങിയതിൻ്റെ ഒപ്പം വളരെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ വൈറ്റ് റൈസിനൊപ്പം ഉപയോഗിക്കാം. വളരെ ടേസ്റ്റുള്ള ഈ ചമ്മന്തി മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മറ്റൊരു മുളക് ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം. ഇതും കപ്പയ്ക്കും ചോറിനും ഒപ്പമെല്ലാം വളരെ ടേസ്റ്റുള്ള ഒരു സിമ്പിളായിട്ടുള്ള ചമ്മന്തിയാണ്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് 20 എണ്ണം, പിരിയൻ മുളക് 12 എണ്ണം. പിരിയൻ മുളക് എരിവ് കുറവുള്ള മുളകാണ്. എരിവ് കൂടുതൽ വേണമെങ്കിൽ വറ്റൽ മുളക് ഒരു 6 എണ്ണവും 6 പിരിയൻ മുളകും കൂടെ മിക്സാക്കി എടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വാളൻപുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഞാനൊരു ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കഴിയുന്നതും ഈ 2 ചമ്മന്തികൾക്കും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ മീഡിയം ഹീറ്റിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. വിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് മൂത്തതിന് ശേഷം ഇതിനെ ലോ ഹീറ്റിലിട്ടിട്ട് വേണം ഫ്രൈ ആക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ ബാലൻസ് വെളിച്ചെണ്ണയിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം.
ഞാനൊരു 20 ചെറിയ ഉള്ളിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും വഴന്നാൽ മതി. ഒരുപാട് ഇതിനെ മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിനെ ഫ്രൈയിങ് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. ഞാൻ ഫ്രൈ ചെയ്തെടുത്ത പിരിയമുളകും അതുപോലെ തന്നെ വഴറ്റിയെടുത്ത ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ ഉരുള വാളൻപുളിയും ആവശ്യത്തിന് ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോ അല്ലെന്നുണ്ടെങ്കിൽ അരകല്ലിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് അവസാനം നോക്കുക, ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റുള്ള ഒരു മുളക് ചമ്മന്തിയാണിത്. കപ്പയ്ക്കും അതുപോലെ തന്നെ ചോറിനൊപ്പം എല്ലാം പറ്റിയൊരു സൈഡ് ഡിഷാണ്. മറക്കാതെ ഈ 2 റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. താങ്ക്